നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഇനി ഇടനിലക്കാരോ ഏജൻസിയോ ഇല്ലാതെ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. മികവ് കയ്യെത്തും ദൂരത്ത് JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കാഞ്ചിയാർ, ഇടുക്കി. മികവിന്റെ ക്യാമ്പസിന് NAC അംഗീകാരം. JPM തിരഞ്ഞെടുക്കൂ. ബാല ഹോസ്പിറ്റലിൽ ഡോക്ടർ G. ദയാസുധൻ MBBS MD-യുടെ നേതൃത്വത്തിൽ സൈക്കാട്രിക് വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ബാല ഹോസ്പിറ്റൽ, കട്ടപ്പന. ജില്ലയിൽ ABC സെന്ററുകൾ തുടങ്ങാൻ തീരുമാനിച്ച ചില കേന്ദ്രങ്ങളിൽ പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിൽ അടിയന്തരമായി പകരം സ്ഥലങ്ങൾ കണ്ടെത്താൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ്. 4 ABC സെന്ററുകളിൽ ഇനി സ്ഥലം കണ്ടെത്തേണ്ടത് 2 എണ്ണത്തിന്. അതാത് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും യോഗം ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായി ചേരുമെന്നും ജിജി കെ ഫിലിപ്പ്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ LDF ഭരണസമിതിയെ അട്ടിമറിക്കാൻ BJP-യുമായി ചേർന്ന് കോൺഗ്രസ് അവിശുദ്ധ സഖ്യമുണ്ടാക്കിയിരിക്കുകയാണെന്ന് CPM. വർഗീയതയ്ക്കെതിരെ രാഹുൽ ഗാന്ധി പദയാത്ര നടത്തുമ്പോൾ അധികാരത്തിനായി BJP-യുമായി സഖ്യമുണ്ടാക്കിയ കോൺഗ്രസ് നിലപാട് അപഹാസ്യമാണെന്നും CPM വണ്ടൻമേട് ഏരിയ സെക്രട്ടറി TS ബിസി. സംസ്ഥാനത്തെ ഹൈഡൽ ടൂറിസം അതിജീവനത്തിന്റെ പാതയിൽ. പ്രളയത്തെയും കോവിഡിനെയും തുടർന്നുണ്ടായ പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ സ്വകാര്യ പങ്കാളിത്തത്തോടെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. രാമക്കൽമേട് മിനി മാരത്തൺ സെപ്റ്റംബർ 30-ന് നടക്കും. 10 കോടി രൂപയോളം മുടക്കി 2 വർഷം മുമ്പ് പണിത തൊടുപുഴ മങ്ങാട്ടുകവല നഗരസഭ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇനിയും തുറന്നു നൽകിയിട്ടില്ല. പ്രവർത്തനം തുടങ്ങാൻ വൈകുന്നത് കെട്ടിട സമുച്ചയത്തിന്റെ അവസാനഘട്ട പണികൾ ഇനിയും പൂർത്തീകരിക്കാത്തത് മൂലം. വാർത്തകൾ വിശദമായി. ജില്ലയിൽ ABC സെന്ററുകൾ തുടങ്ങാൻ തീരുമാനിച്ച ചില കേന്ദ്രങ്ങളിൽ പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിൽ അടിയന്തരമായി പകരം സ്ഥലങ്ങൾ കണ്ടെത്താൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ്. 4 ABC സെന്ററുകളിൽ 2 എണ്ണത്തിനാണ് ഇനി സ്ഥലം കണ്ടെത്തേണ്ടത്. ഇതിനായി അതാത് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും യോഗം ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായി ചേരുമെന്നും ജിജി കെ ഫിലിപ്പ് പറഞ്ഞു. ദേവികുളം അടിമാലി ബ്ലോക്കുകൾക്കും തൊടുപുഴ ഇളംദേശം ബ്ലോക്കുകൾക്കുമായി നിർദ്ദേശിച്ചിരിക്കുന്ന ABC സെന്ററുകൾക്കാണ് പകരം സ്ഥലം കണ്ടെത്തേണ്ടത്. നെടുങ്കണ്ടം ഇടുക്കി ബ്ലോക്കുകൾക്കും കട്ടപ്പന അഴുത ബ്ലോക്കുകൾക്കുമുള്ള ABC സെന്ററുകളുടെ കാര്യത്തിൽ ധാരണയായി. നെടുങ്കണ്ടത്തെ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലം മൃഗസംരക്ഷണ വകുപ്പിലെ സാങ്കേതിക സംഘം സന്ദർശിച്ച് സ്ഥലം അനുയോജ്യമാണെന്ന് കണ്ടെത്തി. ABC സെന്ററുകളുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കണ്ടെത്താനും പൊതുജനങ്ങളെ സാഹചര്യം ബോധ്യപ്പെടുത്താനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് പറഞ്ഞു. ജില്ലയിലെ തെരുവ് നായ്ക്കളുടെ പാർപ്പിക്കുന്നതിനും വന്ധീകരിക്കുന്നതിനും ആവശ്യമായ ABC സെന്ററുകളുടെ നിർമ്മാണത്തിൽ ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയ ചില കെട്ടിടങ്ങളെ സംബന്ധിച്ച് പൊതുജനങ്ങളും ജനപ്രതിനിധികളുടെയും ഒരു അഭിപ്രായ വ്യത്യാസവും നിസ്സഹകരണവും ഉണ്ടായതിനെ തുടർന്ന് ഇന്ന് കൂടിയ മീറ്റിംഗിൽ ഉപ്പുതറയിലെ ചപ്പാത്തിൽ കണ്ടെത്തിയ കെട്ടിടം ഒഴിവാക്കാനും അഴുത കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ഇത്തരം സൗകര്യമൊരുക്കുന്നതിന് കുമളി മൃഗാശുപത്രിയോട് ചേർന്നുള്ള കെട്ടിടവും സ്ഥലവും ഉപയോഗിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാക്കൊമ്പിൽ കണ്ട കെട്ടിടത്തിനെ സംബന്ധിച്ച് ഇത്തരമൊരു പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിൽ ഡെപ്യൂട്ടി കളക്ടർ RR-നെ ചുമതലപ്പെടുത്തി മുനിസിപ്പാലിറ്റി തൊടുപുഴ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജില്ലാ ഡിവിഷൻ മെമ്പർമാരോട് ചേർന്നുകൊണ്ട് നാളെ തന്നെ മറ്റൊരു സ്ഥലം കണ്ടെത്താനുള്ള നിർദ്ദേശം കൊടുത്തു. ജില്ലയിൽ ഇതുവരെ 13,169 ഡോസ് വാക്സിൻ നൽകി. 7,686 ഡോസ് വാക്സിൻ സ്റ്റോക്കുണ്ട്. സെപ്റ്റംബർ 30-ഓടെ 15,000 ഡോസ് വാക്സിൻ ജില്ലയിലെത്തും. അടുത്ത മാസം 1-ാം തീയതിയും 15-ാം തീയതിയായി 15,000 വെച്ച് 30,000 ഡോസ് വാക്സിൻ കൂടി ഗവൺമെന്റ് പൂളിൽ നിന്ന് നമുക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം തന്നെ നമ്മൾ ജില്ലയിൽ ആകെ തന്നെ 13,169 നായ്ക്കൾക്ക് വാക്സിൻ നൽകി കഴിഞ്ഞു. അതിൽ 12,460 പെറ്റ് ഡോഗ്സ് ആണ്. ഏകദേശം 700ഓളം തെരുവ് നായ്ക്കൾക്ക് മാത്രമേ വാക്സിൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ABC സെന്ററുകൾ എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഒരു ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. അതിനെ അങ്ങനെ കാണേണ്ടതില്ല. ഒരേ സമയം നമ്മളൊരു 10-15 നായ്ക്കളെ പാർപ്പിക്കുകയും 5-6 ദിവസം കൊടുത്ത് വന്ധീകരിച്ചതിന് ശേഷം തിരിച്ചയച്ചിട്ട് മാത്രമാണ് പിന്നീട് നായ്ക്കളെ അവിടേക്ക് എത്തുന്നത്. ജനങ്ങൾ കരുതുന്നത് പലപ്പോഴും കൂട്ടമായി നായ്ക്കളെ പാർപ്പിക്കുക അതൊരു പെർമനന്റ് സംവിധാനമായി മാറുമെന്നൊരു ആശങ്കയുള്ളതുകൊണ്ടാണ് പലപ്പോഴും എതിർപ്പ് നേരിടേണ്ടി വരുന്നത്. ഏതായാലും നാട് നേരിടുന്ന ഈ വിഷയത്തിൽ ഗവൺമെന്റിന്റെയും കോടതിയുടെയും തീരുമാനത്തിനൊപ്പം നിൽക്കാനേ നമുക്ക് കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം കൂടി പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് ധരിക്കുന്നു. വാക്സിൻ നൽകുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് നായകളുടെ കടിയേൽക്കാതിരിക്കാനായി ജില്ലയിലെ എല്ലാ മൃഗാശുപത്രികളിലും സ്ക്വീസ് ഗേജ് ലഭ്യമാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കണമെന്നും ജിജി കെ ഫിലിപ്പ് പറഞ്ഞു.
കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ 11 ദിവസം നീണ്ടുനിൽക്കുന്ന പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ക്യാമ്പുകൾ നടത്തുക. കട്ടപ്പന നഗരസഭാ പരിധിയിലും തെരുവുനായ ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പരാതിയാണ് ഉയർന്നു വരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം നഗരസഭയുടെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ യോഗം വിളിച്ചു ചേർത്തതും. തെരുവുനായ ശല്യത്തിനെതിരെ നഗരസഭയിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ചായിരുന്നു യോഗം ചർച്ച ചെയ്തത്. ഇതിന്റെ തുടർച്ചയായാണ് 11 ദിവസം നീണ്ടുനിൽക്കുന്ന പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെയും കട്ടപ്പന ഗവൺമെന്റ് വെറ്ററിനറി പോളിക്ലിനിക്കിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 11-ാം തീയതി മുതൽ 13-ാം തീയതി വരെ എന്ന് പറയുമ്പോൾ 11 ദിവസങ്ങളിൽ വർക്കിംഗ് ഡേ 11 ദിവസം ഉൾപ്പെടെ 34 വാർഡിന്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും മുഴുവൻ വളർത്തു നായ്ക്കൾക്കും പേവിഷ കുത്തിവയ്പ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇതോടൊപ്പം വാക്സിനേഷൻ എടുത്ത എല്ലാ നായ്ക്കൾക്കും നമ്മൾ ലൈസൻസും കോളർ ബെൽറ്റും നിർബന്ധമാക്കുകയും ചെയ്യുന്നുണ്ട്. 20-ാം തീയതിക്ക് ശേഷം ലൈസൻസും വാക്സിനേഷനും കോളർ ബെൽറ്റും ഇടാത്ത എല്ലാ വളർത്തു നായ്ക്കളുടെ ഉടമകൾക്കും നമ്മൾ തക്കതായ പെനാൽറ്റി ഈടാക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കട്ടപ്പന മുനിസിപ്പാലിറ്റി, കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരും കൂടി ചേർന്നുകൊണ്ട് എല്ലാ സ്കൂളുകളിലുമുള്ള PTA ഉൾപ്പെടെയുള്ള അധ്യാപകർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. നഗരസഭയുടെ 34 വാർഡുകളിലായി സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 13 വരെയാണ് ക്യാമ്പ് നടത്തുന്നത്. തെരുവ് നായ്ക്കളിലെ പേവിഷബാധ വ്യാപകമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നഗരസഭയിലെ എല്ലാ വളർത്തു നായ്ക്കളെയും പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കി ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. ക്യാമ്പുകൾക്ക് മുന്നോടിയായി കട്ടപ്പന നഗരസഭയിലെ വിവിധ വാർഡുകളിൽ മൈക്ക് അനൗൺസ്മെന്റ് നടത്തി. നഗരസഭയുടെ 34 വാർഡുകളിലായി 2022 സെപ്റ്റംബർ മാസം 28 മുതൽ ഒക്ടോബർ മാസം 13 വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ നടത്തപ്പെടുകയാണ്. തെരുവ് നായ്ക്കളിലെ പേവിഷബാധ വ്യാപകമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നഗരസഭയിലെ എല്ലാ വളർത്തു നായ്ക്കളെയും പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കുവാൻ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അനുവദിച്ച സമയപരിധിക്കുള്ളിൽ വളർത്തുനായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകേണ്ടതും ഒക്ടോബർ 20 മുമ്പായി നഗരസഭാ ഓഫീസുമായി ബന്ധപ്പെട്ട് ലൈസൻസ് എടുക്കേണ്ടതും കോളർ ബെൽറ്റ് വാങ്ങേണ്ടതുമാണ്. ലൈസൻസ് എടുക്കാത്ത വളർത്തുനായ്ക്കൾ അലഞ്ഞുതിരിയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടമസ്ഥരിൽ നിന്ന് തക്കതായ പിഴ ഈടാക്കുമെന്നും നഗരസഭ വ്യക്തമാക്കി. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായ ശല്യത്തിനെതിരായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ് ആരംഭിച്ചു. വാർഡ് തലത്തിൽ വളർത്തു നായ്ക്കൾക്ക് വാക്സിൻ ക്യാമ്പുകൾ സജ്ജീകരിച്ചാണ് കുത്തിവയ്പ് നടത്തുന്നത്. വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യത്തിനെതിരെയും പേവിഷബാധയ്ക്കെതിരെയും ത്രിതല പഞ്ചായത്തുകൾ സ്വീകരിച്ചു വരുന്ന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. മാട്ടുക്കട്ട മൃഗാശുപത്രിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പുകൾ ഒരുക്കിയിരിക്കുന്നത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ മാട്ടുക്കട്ട വെറ്റിനറിയിൽ ഇന്ന് മുതൽ 27-ാം തീയതി മുതൽ വളർത്തു നായ്ക്കളുടെ വാക്സിനേഷൻ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് 1-ാം വാർഡ് അയ്യപ്പൻകോവിലാണ്. അടുത്ത ദിവസങ്ങളിൽ വരും വാർഡുകളിലെല്ലാം ഉണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും വളർത്തു നായ്ക്കൾക്ക് വാക്സിനേഷൻ എടുക്കണം. വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പഞ്ചായത്തിന് ലൈസൻസ് എടുക്കേണ്ടതാണ്. നായ്ക്കൾക്ക് എടുക്കുന്ന വാക്സിനേഷൻ ആന്റി റാബിസ് വെക്റ്റാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും വളർത്തു നായ്ക്കൾ പേവിഷബാധയ്ക്കെതിരെയുള്ള ആന്റി റാബിസ് വൈറ്റ് എന്ന വാക്സിനാണ് നായ്ക്കൾക്ക് എടുക്കുന്നത്. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ ഓരോ വാർഡുകളിലും ക്യാമ്പുകൾ സജ്ജീകരിക്കും. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നിർദ്ദേശാനുസരണം വളർത്തുനായ്ക്കളുള്ള പൊതുജനങ്ങൾ നായ്ക്കൾക്ക് വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. തുടർന്ന് മൃഗാശുപത്രിയിൽ നിന്നും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ലൈസൻസും കൈപ്പറ്റണം. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ ജെയിംസ് കുട്ടി ജോസഫ്, റീജ വിനാഥ് തുടങ്ങിയവരാണ് വാക്സിനേഷൻ ക്യാമ്പുകൾ നയിക്കുന്നത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ LDF ഭരണസമിതി അട്ടിമറിക്കാൻ BJPയുമായി ചേർന്ന് കോൺഗ്രസ് അവിശുദ്ധ സഖ്യമുണ്ടാക്കിയിരിക്കുകയാണെന്ന് CPM ആരോപിച്ചു. വർഗീയതയ്ക്കെതിരെ രാഹുൽ ഗാന്ധി പദയാത്ര നടത്തുമ്പോൾ അധികാരത്തിനായി BJPയുമായി സഖ്യമുണ്ടാക്കിയ കോൺഗ്രസ് നിലപാട് അപഹാസ്യമാണെന്നും CPM വണ്ടൻമേട് ഏരിയ സെക്രട്ടറി TSBC പറഞ്ഞു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡുകളിൽ 9 എണ്ണം നേടിയാണ് LDF UDFന്റെ കുത്തകയായിരുന്ന പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് LDFന് നഷ്ടമായി. ഇതോടെ കോൺഗ്രസിന് 7ഉം BJPക്ക് 3 അംഗങ്ങളായി.
കോൺഗ്രസിന്റെയും BJPയുടെയും പിന്തുണയോടെ സ്വതന്ത്രനെ പ്രസിഡന്റാക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. വർഗീയ ശക്തികളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാനെന്ന പേരിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര തകൃതിയായി പുരോഗമിക്കുമ്പോൾ അധികാരത്തിനായി BJPയുമായി സഖ്യമുണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് വണ്ടൻമേട്ടിലെ കോൺഗ്രസ് നേതൃത്വമെന്ന് CPM ഏരിയ സെക്രട്ടറി TSBC പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിനെതിരായി രാഹുൽ ഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിലാണ് ജോഡോ യാത്ര ഉൾപ്പെടെ നടത്തി രാജ്യത്ത് ഐക്യം ഉറപ്പിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തുന്ന ഘട്ടത്തിലാണ് വണ്ടമേട് ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് BJPയുമായി കൂട്ടുചേർന്ന് അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി വണ്ടമേട് ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയെ അട്ടിമറിക്കാൻ ഇപ്പോൾ പഞ്ചായത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊടുത്തിട്ടുള്ളത്. അതുപോലെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള ഭിന്നിപ്പ് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കുന്നതിന് വേണ്ടി RSS സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രചരണവും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണവുമെല്ലാം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് കോൺഗ്രസ് BJPയുമായി ഈ കൂട്ടുകെട്ട് വണ്ടമേട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം തികച്ചും പ്രതിഷേധാർഹമാണ്. വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഭരണസമിതി നടത്തിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി എബ്രഹാം പറഞ്ഞു. അഴിമതിരഹിതമായ ഭരണമാണ് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത്. മുൻകാലങ്ങളിൽ UDF ഭരണസമിതി വലിയ അഴിമതികളാണ് നടത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു. മുമ്പ് പഞ്ചായത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ BJPക്കാരാണ് BJPക്കാർക്ക് മാത്രം കൊടുക്കും, കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ്സുകാർക്ക് മാത്രം കൊടുക്കും. അത്തരം നിലപാടുകളുണ്ടായിരുന്നു. അതിനകത്തെല്ലാം അർഹതപ്പെട്ട ആൾക്കാർ കൃത്യമായി എത്തിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ വളരെ കൃത്യമായി തന്നെയാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഒരു കോഴിക്കുഞ്ഞിനെ വരെയും കൊടുത്തിട്ട് കാശ് മേടിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ആ കാര്യത്തിനെല്ലാം നമ്മൾ കൃത്യമായി പരിശോധന നടത്തി കൃത്യമായ നിലപാടുകളാണ് സ്വീകരിച്ചു. അഴിമതി രഹിതമാക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ നിലപാടാണ് ഭരണസമിതി എടുത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെയുള്ള പലരുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് BJPയും കോൺഗ്രസും ഒന്നായി ചേർന്നുകൊണ്ട് അവിശ്വാസം കൊടുത്തിട്ടുള്ളത്. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ അവിശ്വാസ പ്രമേയം ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവിശ്വാസ പ്രമേയം വോട്ടിംഗിന് വയ്ക്കും. സംസ്ഥാനത്തെ ഹൈഡൽ ടൂറിസം അതിജീവനത്തിന്റെ പാതയിൽ പ്രളയത്തെയും കോവിഡിനെയും തുടർന്നുണ്ടായ പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ സ്വകാര്യ പങ്കാളിത്തത്തോടെ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ഹൈഡൽ ടൂറിസം വകുപ്പ്. വൈദ്യുതി വകുപ്പിന് കീഴിൽ വരുന്ന ഹൈഡൽ ടൂറിസം സെന്ററുകളിൽ പുതിയ ജലവിനോദ ഉപാധികൾ കണ്ടെത്തി സഞ്ചാരികളെ ആകർഷിക്കുകയാണ് പദ്ധതി. പ്രളയവും കോവിഡും തകർത്ത സംസ്ഥാനത്തെ ടൂറിസം പ്രതിസന്ധി മറികടക്കുക എന്ന ലക്ഷ്യത്തോടെ ഹൈഡൽ ടൂറിസം വകുപ്പ് സഞ്ചാരികളെ ആകർഷിക്കാൻ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് തയ്യാറാക്കുന്നത്. വൈദ്യുതി വകുപ്പിന് കീഴിൽ വരുന്ന വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ജലാശയങ്ങളിലെല്ലാം ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കുകയാണ്. സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് കൂടുതൽ വിനോദ ഉപാധികൾ ഹൈഡൽ ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്നത്. നിലവിൽ പ്രവർത്തിച്ചു വരുന്ന ഹൈഡൽ ടൂറിസം സെന്ററുകളിൽ സാഹസിക വിനോദസഞ്ചാരികളെയും യുവാക്കളെയും ആകർഷിക്കുന്ന തരത്തിൽ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുക എന്നതാണ് ലക്ഷ്യം. ആ ഹൈഡൽ ടൂറിസം രംഗത്ത് നിങ്ങൾക്കറിയാം, KSEB സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയാണ് ഹൈഡൽ ടൂറിസം രംഗത്ത് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. അതിന് കൂടുതൽ ആ സാധ്യതകൾ കൊടുക്കുമ്പോൾ അതിന്റെ മാക്സിമം ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിരുന്നില്ല. അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ഏതൊക്കെ തരത്തിലുള്ള സാധ്യതകളാണ് കാലാകാലങ്ങളിൽ സ്വീകരിച്ചു വന്നിരുന്ന സാധ്യതകൾക്കപ്പുറത്ത് പുതിയ ടൂറിസം മേഖലകളിൽ പ്രത്യേകിച്ച് അഡ്വഞ്ചറസ് ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ. പുതിയ ചെറുപ്പക്കാർക്ക് അത്തരം സാഹസിക ടൂറിസത്തോട് ഉള്ള ഒരു താല്പര്യം വർദ്ധിക്കുന്ന സമയത്ത് അത്തരം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന് തന്നെയാണ് KSEB ലക്ഷ്യം വെക്കുന്നത്. KSEBയുടെ കൈവശമുള്ള സ്ഥലങ്ങളിൽ എന്തൊക്കെ തരത്തിലുള്ളത് ചെയ്യാൻ പറ്റും എന്ന് പരിശോധിച്ചു വരികയാണ്. പദ്ധതിയുടെ ഭാഗമായി മൂന്നാർ മേഖലയിലെ 5ഓളം ഹൈഡൽ ടൂറിസം സെന്ററുകളിൽ കയാക്കിംഗ്, കുട്ടവഞ്ചി, വാട്ടർ സൈക്കിൾ, വാട്ടർ ബലൂൺ തുടങ്ങി 15ഓളം പുതിയ വിനോദ ഉപാധികളാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് പദ്ധതികൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഐറ്റങ്ങളെല്ലാം വരും ഏകദേശം ഒരു 10-20 മാസത്തിനുള്ളിൽ ഈ ടൂറിസം മേഖലയിൽ ജനങ്ങൾക്ക് ആകർഷിക്കാനും ജനങ്ങൾ അവരുടെ ഭാര്യമാരും മക്കളെല്ലാവരുമായിട്ട് വരുമ്പോൾ മനസ്സിന് കുളിർമയേകുന്ന രീതിയിൽ ആശ്വസിച്ച് പോകാനത്തക്ക രീതിയിലുള്ള പുതിയ ഐറ്റങ്ങൾ. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് ഈ വാട്ടർ ബലൂൺ എന്നുള്ള സാധനങ്ങളൊക്കെ. അതിനകത്ത് കയറി കിടന്ന് ആളുകൾക്ക് മറിയത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ, അത് നമ്മുടെ ഹൈ റേഞ്ച് മേഖലയിലില്ല. ഇതൊക്കെ ഗോവ അടക്കമുള്ള മേഖലയിലുള്ളൂ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾ ഇറക്കിക്കൊണ്ട് ഒരു ഗംഭീരമായ രീതിയിൽ വാട്ടർ ഹൈഡൽ ടൂറിസം ഡെവലപ്പ് ചെയ്യും. അതിനൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു ഡെവലപ്പ് ഉണ്ടാവണം. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ കിട്ടുന്നൊരു ഭാഗമായിട്ട് ചെറിയ ജീവധാരണ പ്രവർത്തനം, ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടികൾ. അപ്പോൾ ടൂറിസം മേഖലയുമായി വരുന്ന ആളുകൾക്ക് നിരാശയില്ലാതെ മൂന്നാർ മേഖലയിൽ തിരിച്ചു പോകത്തക്ക രീതിയിൽ അതിൻ്റെ ഇൻഷുറൻസ്, ഞങ്ങളുടെ കമ്പനി അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യാതൊരു വിധത്തിൽ പേടിക്കാതെ സേഫ്റ്റി എല്ലാ അറേഞ്ച്മെൻറ്റോടുകൂടിയാണ് ഇത് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. വരുന്ന ടൂറിസ്റ്റുകളുടെ എല്ലാ സഹകരണവും ഉണ്ടായാൽ നമുക്കിത് ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പുതിയ വിനോദ ഉപാധികൾ പ്രായഭേദമന്യേ സഞ്ചാരികളെ ആകർഷിച്ചിരിക്കുകയാണ്. ഭയമില്ലാതെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് സഞ്ചാരികളും പറയുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്.
നല്ലൊരു സ്ഥലമാണ് മൂന്നാർ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഇപ്പം ഇന്ന് വന്നു, 12 പേരുണ്ട്. ഞങ്ങളൊരു കോളേജ് മേറ്റ്സ് എന്നുള്ള രീതിയിൽ ഇന്ന് വന്നതാണ്. കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതോടെ കുറച്ചു വർഷങ്ങളായി ടൂറിസം മേഖലയ്ക്ക് ഏറ്റ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഹൈഡൽ ടൂറിസം വകുപ്പും KUCB-യും. രാമക്കൽമേട് മിനി മാരത്തൺ സെപ്റ്റംബർ 30 നടക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ മാരത്തണിൽ പങ്കെടുക്കും. നെടുങ്കണ്ടത്ത് നിന്നും ആരംഭിച്ച് രാമക്കൽമേട്ടിലെത്തുന്ന തരത്തിൽ 15 കിലോമീറ്ററോളമാണ് മിനി മാരത്തണിന്റെ ദൈർഘ്യം. ഒരേ സമയം നടക്കുന്ന മത്സരത്തിൽ പുരുഷ വനിതാ വിഭാഗത്തിൽ ജേതാക്കളെ കണ്ടെത്തും. ജില്ലാ അത്ലറ്റിക് ഫെഡറേഷന്റെ മേൽനോട്ടത്തിലാണ് മത്സരം നടക്കുക. 30-ാം തീയതി രാവിലെ 6:30 നെടുങ്കണ്ടം പടിഞ്ഞാറേക്കവരയിൽ നിന്നും ആരംഭിക്കുന്ന മാരത്തോൺ നെടുങ്കണ്ടം CI ബിനു BS ഫ്ളാഗ് ഓഫ് ചെയ്യും. നമുക്കറിയാം, നമ്മളുടെ യുവജനങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്ന ഒരു മഹാമാരിയാണ് ലഹരി ഉപയോഗം. സംസ്ഥാന തലത്തിൽ, സർക്കാർ തലത്തിലെ പോലീസിൻ്റെ വകുപ്പിലും എക്സൈസിൻ്റെ വകുപ്പിലും പല പദ്ധതികൾ നമ്മളുടെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് ആക്കം കൂട്ടുവാൻ വേണ്ടിയാണ് കേരളത്തിലെ വ്യാപാരി സമൂഹം ഇതിന് മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. നമ്മളുടെ ടൂറിസ്റ്റ് കേന്ദ്രമായ രാമക്കൽമേട്ടിലോട്ട് നെടുങ്കണ്ടത്ത് നിന്ന് 30-ാം തീയതി രാവിലെ 6:30 മണിക്ക് ഇടുക്കി സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഉള്ള എല്ലാ അംഗീകാരങ്ങളോടും കൂടി DTPCയുടെയും എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ പങ്കാളിത്തത്തോടുകൂടി മിനി മാരത്തോൺ നെടുങ്കണ്ടം CI ബിനു BS ഫ്ളൈ ഓഫ് ചെയ്യും. മാരത്തണിന് ശേഷം രാവിലെ നടക്കുന്ന പൊതുസമ്മേളനം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. രാമക്കൽമേടിന്റെ ടൂറിസം വികസനം ലക്ഷ്യം വെച്ച് നെടുങ്കണ്ടം ബ്ലോക്ക് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ജെയിംസ് മാത്യു, സജീവ് R. നായർ, TM ജോൺ, രവീന്ദ്രൻ PG, ഷിഹാബുദ്ദീൻ ഇട്ടിക്കൽ, MS മഹേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്തു. 10 കോടി രൂപയോളം മുടക്കി 2 വർഷം മുമ്പ് പണിത തൊടുപുഴ മങ്ങാട്ടുകവല നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇനിയും തുറന്നു നൽകിയിട്ടില്ല. 3 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിട സമുച്ചയത്തിന്റെ അവസാനഘട്ട പണികൾ ഇനിയും പൂർത്തീകരിക്കാത്തതാണ് പ്രവർത്തനം തുടങ്ങാൻ വൈകുന്നത്. അധികൃതരുടെ അലംഭാവം മൂലം കോടികളാണ് പ്രയോജനരഹിതമായി കിടക്കുന്നത്. തൊടുപുഴ നഗരസഭയ്ക്ക് സാമ്പത്തിക വരുമാനം ലക്ഷ്യമിട്ടായിരുന്നു വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചത്. 3 നിലകളിലായി പണിതിരിക്കുന്ന കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ മാത്രം 42 മുറികളുണ്ട്. എന്നാൽ ഇതിൽ 8 മുറികൾ മാത്രമാണ് ഇതുവരെ ലേലത്തിൽ പോയിട്ടുള്ളത്. സെക്യൂരിറ്റി ഡിപ്പോസിറ്റും അമിത വാടകയും കാരണം ലേലത്തിന് ആരും വരുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. മുൻ കൌൺസിലിന്റെ കാലത്ത് കെട്ടിടം പണിതീർത്ത് ഉദ്ഘാടനം നടത്തിയെങ്കിലും അവസാനഘട്ട ജോലികൾ പൂർത്തിയാക്കിയിരുന്നില്ല. കെട്ടിടം തുറന്നുകൊടുക്കാൻ കഴിയാത്തതിനാൽ നഗരസഭയ്ക്ക് വൻ തുകയാണ് പലിശ ഇനത്തിൽ മാറ്റിവയ്ക്കേണ്ടി വരുന്നത്. നിലവിൽ കെട്ടിടത്തിന്റെ കോമ്പൗണ്ട് ലോറികളുടെയും മറ്റ് സ്വകാര്യ വാഹനങ്ങളുടെയും പാർക്കിംഗ് കേന്ദ്രമായി മാറി. കെട്ടിടം ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധ ശല്യവും രൂക്ഷമായതായി നാട്ടുകാർ പറയുന്നു. നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് കുറച്ച് സെക്യൂരിറ്റി തുകയൊക്കെ കുറച്ച് വാടകയും കുറച്ചാൽ ഇഷ്ടം പോലെ എടുക്കാൻ ആൾക്കാർ പല സംവിധാനങ്ങൾക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാരുണ്ട്. പക്ഷേ നഗരസഭ അതിൻ്റെ കൗൺസിൽ കൂടി തീരുമാനിക്കണം. ഈ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് ഇങ്ങനെ അനാഥമായി കിടക്കരുത്. അതിൻ്റെ എത്രയോ കേരളത്തിൽ ഇത്രയും നല്ല ഒരു ബിൽഡിംഗ് ഇല്ല. ആ ബിൽഡിങ്ങിന്റെ അനാഥമായി കിടക്കുന്ന അവസ്ഥ വളരെ മോശമാണ്. ഷോപ്പിംഗ് കോംപ്ലക്സ് തുറന്നു കൊടുക്കണമെങ്കിൽ 2 കോടി രൂപ ഇനിയും ആവശ്യമായി വരുമെന്നാണ് അധികൃതർ പറയുന്നത്. എത്രയും വേഗം അവസാനഘട്ട പണികൾ പൂർത്തിയാക്കി ഷോപ്പിംഗ് കോംപ്ലക്സ് തുറന്നു കൊടുക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. കല്ലാർകുട്ടി സ്വപ്നപ്പടിക്ക് സമീപം ട്രാക്ടർ മറിഞ്ഞ് ഒരാൾ മരിച്ചു. മുരിക്കാശ്ശേരി പൂമാങ്കണ്ടം സ്വദേശി നെടുമ്പുറത്ത് ബിജു NS ആണ് മരിച്ചത്. ഉപ്പുതറ കണ്ണമ്പടിയിൽ നിന്നും ആദിവാസി യുവാവിനെ കാട്ടിറച്ചിയുമായി വനം വകുപ്പ് പിടികൂടിയ സംഭവത്തിൽ CPയുടെ നേതൃത്വത്തിൽ കിഴുകാനം ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. നിരപരാധികളെ കള്ളക്കേസിൽ കൊടുക്കാനാണ് വനം വകുപ്പ് ജീവനക്കാർ ശ്രമിക്കുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു. സമരം CPI ഏലപ്പാറ മണ്ഡലം സെക്രട്ടറി ജെയിംസ് T. അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണമ്പടിയിൽ നിന്നും കഴിഞ്ഞ 20-ാം തീയതിയാണ് ആദിവാസി യുവാവ് പുത്തൻപുരയ്ക്കൽ സരിൻ സജിയെ കാട്ടിറച്ചിയുമായി പിടികൂടിയത്. വിൽപ്പനയ്ക്കായി കടത്തിയെന്ന കുറ്റം ചുമത്തിയാണ് സരണിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഓട്ടോറിക്ഷയുമായി ഓട്ടം പോയ സരണിനെ വനപാലകർ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും വനപാലകർ നരനായാട്ടും ചൂഷണവുമാണ് നടത്തുന്നതെന്നും ആരോപിച്ചാണ് CPIയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചത്. പോരുകളെ
കള്ളക്കേസുകൾ മിനിഞ്ഞുണ്ടാക്കുമ്പോൾ നാളെ ഉദ്യോഗസ്ഥർ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും. ചിലരുടെ താൽപര്യം സംരക്ഷിക്കാൻ കേസുകളിൽ യഥാർത്ഥ പ്രതിയെ പിടികൂടാതെ പാവങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനാണ് കിഴുകാനത്തെ വനപാലകർ ശ്രമിക്കുന്നത്. ആദിവാസികൾ ഉൾപ്പെടെ അധിവസിക്കുന്ന സ്ഥലങ്ങൾ വനംവകുപ്പിന്റെ അധീനതയിൽ നിന്നും റവന്യൂവിന് വിട്ടു നൽകണമെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPI ഏലപ്പാറ മണ്ഡലം സെക്രട്ടറി ജെയിംസ് ടി അമ്പാട്ട് പറഞ്ഞു. കേസിൽ ആരെങ്കിലും കാട്ടിൽ കയറി മൃഗത്തെ വെടിവെച്ചവരെ പിടിക്കണം. അതൊന്നും വേണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല. പിടിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിച്ച് പിടിക്കണം. യഥാർത്ഥ പ്രതിയെ രക്ഷിക്കുകയും വേറെ ചിലരുടെ തലയിൽ അത് വെച്ച് കെട്ടുകയും ഇവിടെയുള്ള ചിലരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ വേണ്ട. കിഴുകാനം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അതിക്രമത്തിനെതിരെ തിരുവനന്തപുരത്ത് ഫോറസ്റ്റ് ഓഫീസിൽ പ്രതിഷേധം അറിയിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. സമരത്തിൽ CPI വളകോട് ലോക്കൽ സെക്രട്ടറി സോണറ്റ് രാജു, ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി, ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബ സത്യനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി വിമുക്ത കേരളം അധ്യാപക പരിവർത്തന പരിപാടിയുടെ കട്ടപ്പന ഉപജില്ലാതല പരിശീലനം ആരംഭിച്ചു. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം പ്രശാന്ത് രാജു ഉദ്ഘാടനം ചെയ്തു. ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കട്ടപ്പന പോലീസ് SHO വിശാൽ ജോൺസണും നിർവഹിച്ചു. 29-ാം തീയതി വരെയാണ് പരിശീലനം നടത്തുന്നത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിക്ക് തുടങ്ങുന്ന ലഹരി വിമുക്ത കേരളം ക്യാമ്പയിന്റെ മുന്നോടിയായി കട്ടപ്പന ഉപജില്ലയിലെ 1 മുതൽ +2 വരെയുള്ള ഗവൺമെന്റ് എയ്ഡഡ്, സർക്കാർ അംഗീകാരമുള്ള അൺഎയ്ഡഡ് സ്കൂളുകളിലെ 1200-ലധികം വരുന്ന അധ്യാപകർക്കാണ് വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്, എക്സൈസ്, പോലീസ് തുടങ്ങിയ വകുപ്പുകളുടെ സഹായത്തോടെ പരിശീലനം നൽകുന്നത്. 3 ദിവസങ്ങളിലായാണ് പരിശീലനം. ഇതിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന ട്രൈബൽ സ്കൂളിലും ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂളിലുമായി പരിശീലന പരിപാടി ഒരുക്കിയത്. കട്ടപ്പന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം പ്രശാന്ത് രാജു ഉദ്ഘാടനം ചെയ്തു. 3 ദിവസമായി നടക്കുന്ന സെമിനാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കാലിക പ്രസക്തമായ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. ഇന്ന് പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തുള്ള വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും അതുപോലെ ലഹരിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ സംഘടനകളും അവരുടെ മെയിനായിട്ടുള്ള ഒരു ക്യാമ്പയിനായി ഇന്ന് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന വിഷയം ലഹരിയാണ്. കട്ടപ്പന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടോമി ഫിലിപ്പ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് രാജി M തുടങ്ങിയവർ സംസാരിച്ചു. എക്സൈസ് പ്രതിനിധി ഓഫീസർ MD സജീവ് കുമാർ ക്ലാസുകൾ നയിച്ചു. നിരവധി അധ്യാപകരാണ് 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിശീലന ക്ലാസുകളിൽ പങ്കെടുക്കുക. ഇരട്ടയാറിൽ നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർ വിശാൽ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും പറയാറുണ്ട്, യുവത്വത്തിലാണ് പ്രതീക്ഷ, യുവത്വമാണ് ഇന്ത്യയുടെ സ്വപ്നം എല്ലാം പറയാറ്. ആ യുവത്വം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ പരിശീലന പരിപാടി ലഹരി വിമുക്ത കേരള ഗവൺമെന്റ് സംഘടിപ്പിക്കുന്നത്. കട്ടപ്പന BRC BPC ഗിരിജാകുമാരി N ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. കട്ടപ്പന DEO ഇൻചാർജ് വിനോദ് KR, ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ ജോസഫ് മാത്യു, ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റെജി ജോസഫ്, പ്രഥമാധ്യാപകൻ ജോർജ് കുട്ടി MV, ടോജി ടോം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് എക്സൈസ് ഓഫീസർ സാബുമോൻ MC, ബിനു ജോസഫ്, പോലീസ് ഉദ്യോഗസ്ഥനായ ഷംസുദ്ദീൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഇടുക്കി കാൽവരി മൗണ്ടിൽ പുതുതായി ആരംഭിക്കാനിരിക്കുന്ന വ്യാപാര സ്ഥാപനം കുത്തിത്തുറന്ന് മോഷണം. പണവും ഏലക്കായ് പാക്കറ്റുകളും നഷ്ടപ്പെട്ടു. പരസ്യ ബോർഡും CCTV ക്യാമറകളും സ്ഥാപിക്കാനായി സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷണം പോയത്. കാഞ്ചിയാർ കാൽവരി മൗണ്ട് സ്വദേശികളായ യുവാക്കൾ ചേർന്ന് നടത്തുന്ന ആദം സ്പൈസസിന്റെ പുതുതായി തുടങ്ങുന്ന സുഗന്ധവ്യഞ്ജന വിപണനശാലയിലാണ് അർദ്ധരാത്രിയിൽ മോഷണം നടന്നത്. സമീപത്തെ ദേവാലയ അധികൃതരാണ് മോഷണം നടന്ന വിവരം ഉടമകളെ അറിയിച്ചത്. ഉടനെ ഉടമകളായ ജിജോ മാത്യുവും ആന്റണി ചാക്കോയും എത്തി നടത്തിയ പരിശോധനയിൽ കടക്കുള്ളിൽ വിൽക്കുവാനായി പാക്കറ്റുകളായി സൂക്ഷിച്ചിരുന്ന 20 കിലോ ഏലക്കയും പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 83,000 രൂപയും മോഷണം പോയതായി വ്യക്തമായി. കടയുടെ ഒരു ഷട്ടർ കുത്തിത്തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയിരിക്കുന്നത്. തൊട്ടടുത്ത കെട്ടിടത്തിൽ നിന്നും അടുത്തയിടെയാണ് ആദം സ്പൈസസ് മോഷണം നടന്ന കെട്ടിടത്തിലേക്ക് മാറ്റുവാൻ തീരുമാനിച്ചത്. ഇതിനായി ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പഴയ കടയിൽ നിന്നും സാധനങ്ങൾ ഇവിടേക്ക് എത്തിച്ചത്. രാവിലെ 7 ആയപ്പോഴത്തേക്ക് ഇവിടുന്ന് ഏകദേശം വിളിച്ചായിരുന്നു. ഇങ്ങനെ ഒരു സൈഡ് ഷട്ടർ നോക്കിയിട്ടുണ്ട്, ആരോ ഉള്ളിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഇതുപോലെ കിടക്കുന്നു. പിന്നെ ഞാൻ വശം കൊണ്ട് ഷട്ടർ നോക്കി നോക്കിയപ്പം ഒരു
കുറേ ഏലക്ക ഉണ്ടായിരുന്നു, കുറേ ഏലക്ക പോയിട്ടുണ്ട്. പിന്നെ കൂട്ട് പൊളിച്ച് കിടക്കുക. ഏകദേശം ഒരു 83 രൂപ 14,000 രൂപയോളം ക്യാഷായിട്ട് പോയിട്ടുണ്ട്. കവർച്ച നടത്തിയ ശേഷം മോഷ്ടാവ് തൊട്ടടുത്ത് തന്നെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിനുള്ളിലിരുന്ന് മദ്യപിച്ചതിന്റെയും ഏലക്ക പാക്കറ്റ് കത്തിച്ചതിന്റെയും തെളിവുകൾ പോലീസിന് ലഭിച്ചു. CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും ബോർഡ് സ്ഥാപിക്കുന്നതിനായും കടയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷണം പോയത്. കട്ടപ്പന DYSP VA നിഷാദ് മോനും പ്രത്യേക സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. അതേസമയം അടുത്തിടെയായി ഈ മേഖല കേന്ദ്രീകരിച്ച മോഷണം വ്യാപകമാണെന്നും പരാതിയുണ്ട്. ലോക വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ച് സഞ്ചാരികളുടെ പറുദീസയായ വാഗമണ്ണിൽ വിനോദസഞ്ചാര ദിനാഘോഷം സംഘടിപ്പിച്ചു. മൊട്ടക്കുന്നുകളിൽ പട്ടം പറത്തിയാണ് ആഘോഷത്തെ വരവേറ്റത്. തുടർന്ന് വാഗമൺ വിനോദസഞ്ചാര മേഖലയിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. സെപ്റ്റംബർ 27 ലോക വിനോദസഞ്ചാര ദിനത്തോടനുബന്ധിച്ച് വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ വാഗമണ്ണിൽ വിവിധ പരിപാടികളോടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ടൂറിസം ക്ലബ് വാഗമൺ, പാലൊഴുകുംപാറ വികസന സമിതി, വാഗമൺ ഡെസ്റ്റിനേഷൻ മേക്കേഴ്സ്, ഹരിതകർമ്മസേന, DTPC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിപാടികൾ. മധുരപലഹാരം വിതരണം ചെയ്തും പട്ടം പറത്തിയും പ്രവർത്തകർ ആഘോഷത്തെ വരവേറ്റു. ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് മൊട്ടക്കുന്ന്, പാലൊഴുകുംപാറ എന്നിവിടങ്ങളിലും റോഡരികുകളിലും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം സിനി വിനോദ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ലോക ഭൂപടത്തിൽ ഇടം നേടിയ വാഗമൺ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഒരു നിവാസിയാകാൻ കഴിഞ്ഞത് തന്നെ എനിക്ക് അഭിമാനവും അതുപോലെ തന്നെ എൻ്റെ ഒരു ഭാഗ്യവുമായിട്ടാണ് ഞാൻ കരുതുന്നത്. DMC സെക്രട്ടറി MJ മോഹനന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത്. വിനോദസഞ്ചാര ദിനാഘോഷം പൊതുജനങ്ങൾക്ക് മാതൃകയാകും വിധത്തിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ ആവശ്യകത വെളിപ്പെടുത്തിയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. കാലപ്പഴക്കം ചെന്ന വണ്ടൻമേട് പോസ്റ്റ് ഓഫീസ് കെട്ടിടം പുതുക്കി പണിയണമെന്ന ആവശ്യം ശക്തമാകുന്നു. 50 വർഷത്തിനു മുകളിൽ പഴക്കം ചെന്ന കെട്ടിടം നാശത്തിന്റെ വക്കിലാണ്. കമ്പംമെട്ട, കൊച്ചിറ, രാജാക്കണ്ടം, കുഴുത്തൊഴു, നെറ്റിത്തൊഴു, പുറ്റടി, പാമ്പുപാറ, മാലി തുടങ്ങിയ 8ഓളം ഓഫീസുകളാണ് വണ്ടൻമേട് പോസ്റ്റ് ഓഫീസിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നത്. മഴ പെയ്താൽ തറ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്നതും ഭിത്തിയിൽ വൈദ്യുതി പ്രവാഹമുണ്ടാകുന്നതും അപകട ഭീഷണി ഉയർത്തുകയാണ്. അറ്റകുറ്റപ്പണികളുടെ അഭാവം മൂലം മിക്കയിടങ്ങളിലും കോൺക്രീറ്റ് കമ്പികൾ പുറത്തേക്ക് തെളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിൽ എവിടെ തൊട്ടാലും എർത്ത് അടിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. കമ്പ്യൂട്ടറുകളുണ്ട്, കമ്പ്യൂട്ടറുകളും ഒന്നും അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ അകത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അത്രമാത്രം ഒരു ശോചനീയാവസ്ഥയിരിക്കുന്ന ഈ ഓഫീസ് എത്രയും പെട്ടെന്ന് ഇവിടെ ജോലി ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥർക്കും ഇവിടെ വരുന്ന ആളുകൾക്കും നല്ല സേവനം ലഭിക്കുന്നതിനുള്ള ഒരു ഓഫീസാക്കി ഇത് പുതുക്കപ്പെടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. 40 സെന്റോളം സ്ഥലം സ്വന്തമായി ഉണ്ടെങ്കിലും ഇവിടെ ക്ഷുദ്രജീവികളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ദിവസേന വിവിധ ആവശ്യങ്ങൾക്കായി നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. കെട്ടിടം പുതുക്കി നിർമ്മിച്ച് പൊതുജനങ്ങളുടെയും ജീവനക്കാരുടെയും സംരക്ഷണം ഉറപ്പാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. കേബിൾ ഇന്റർനെറ്റ് ഓപ്പറേറ്റർമാരുടെ യോഗം കട്ടപ്പന ഓറഞ്ച് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഓണം പ്രമാണിച്ച് നൽകി വന്നിരുന്ന OTT സ്പെഷ്യൽ സ്കീമുകൾ ഒക്ടോബർ 15 വരെ നീട്ടിയിരിക്കുകയാണ്. കെ-ഫോൺ, ദിവാൻ, ISP-കളുടെ നെറ്റ് ഉപയോഗിക്കുന്നവർക്കാണ് ഈ സേവനം ലഭിക്കുന്നത്. പ്രമുഖ ആപ്ലിക്കേഷനുകളായ ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ, സോണി, C5, ഓട്ട്, കാന പ്ലസ്, ആർട്ട് ബാലാജി തുടങ്ങിയ 9 OTT ആപ്പുകൾ 100 രൂപയ്ക്ക് ചാർജ് ചെയ്യാം. പുതിയ സിനിമകളായ കടുവ, പാപ്പൻ, മകൾ, എന്നാത്താൻ പോയി കേസുകോട് തുടങ്ങിയ സിനിമകളാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. തുടർന്നും ഈ ആപ്പുകൾ മാർക്കറ്റ് വിലയുടെ പകുതി നിരക്കിൽ ലഭിക്കും. കേരളത്തിലെ പ്രമുഖ ISP സർവീസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദിവാൻ സപ്പോർട്ട്സ്, കെ-ഫോൺ, സ്റ്റാമ്പേഡ് എന്നീ 3 ISP-കളിലൂടെ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുന്ന പുതിയ കസ്റ്റമേഴ്സിന് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ, C5, മനോരമ മാക്സ് ഇതുപോലുള്ള 9 OTT കണ്ടൻറ്റുകൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കും. നിലവിലുള്ള കസ്റ്റമേഴ്സിന് ഈ 30-ാം തീയതി വരെ കേവലം 100 രൂപ മാത്രം കൊടുത്തുകൊണ്ട് വളരെ വിലയേറിയ പാപ്പാൻ പോലുള്ള പാപ്പാൻ, മകൾ, കടുവ ഇതുപോലുള്ള പുതിയ സിനിമകൾ അടങ്ങിയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പ്രമുഖമായ ഈ 9 OTT പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് കാണുവാനുള്ളൊരു അസുലഭ അവസരം
ഈ ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ 30 വരെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ജില്ലയിലെ ഇന്റർനെറ്റ് വിതരണം ചെയ്യുന്ന 50ഓളം ഓപ്പറേറ്റർമാരുടെ ഗ്രൂപ്പാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഇന്റർനെറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി ക്ലാസും നടത്തി. പ്രസിഡന്റ് HCNMD ജോർജി മാത്യു, സെക്രട്ടറി ഷിനോജ് പഴയനിക്കണ്ടം, ട്രഷറർ സിബി രാജാക്കാട്, കമ്മിറ്റി അംഗങ്ങളായ ബിജു മാത്യു, മോഹനൻ രാജാക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. കുമളി ഒട്ടകത്തലമേട് നിവാസികളുടെ നേതൃത്വത്തിൽ റോഡ് വികസന സമിതി യോഗം ചേർന്നു. വർഷങ്ങളായി ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് യോഗം ചേർന്നത്. 1 മാസത്തിനകം റോഡ് നിർമ്മാണം ആരംഭിക്കുമെന്ന് ജനപ്രതിനിധികൾ യോഗത്തിൽ ഉറപ്പു നൽകി. കുമളി ചെക്കുവള്ളം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന 1-ാം മൈൽ ഒട്ടകത്തലമേട് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സംയുക്ത യോഗമാണ് ഒട്ടകത്തലമേട്ടിൽ ചേർന്നത്. തേക്കടിയുടെ വിദൂര കാഴ്ചകൾ കാണാൻ ഒട്ടകത്തലമേട് വ്യൂ പോയിന്റിലേക്ക് നിരവധി സഞ്ചാരികളാണ് എത്തുന്നത്. 4 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ 1 കിലോമീറ്റർ ഭാഗം പൂർണ്ണമായും പൊളിഞ്ഞ അവസ്ഥയിലാണ്. 2018-ലെ പ്രളയത്തെ തുടർന്ന് പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം സഞ്ചാരയോഗ്യമാക്കാൻ 30 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചെങ്കിലും വാഗ്ദാനം മാത്രമായി ഇത് മാറിയിരുന്നു. ഇതോടെയാണ് വികസന സമിതി യോഗം വിളിച്ചു ചേർത്തത്. റോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തിയിൽ നിന്ന് മാറ്റി PWD ഏറ്റെടുക്കണമെന്നും ഇതിന് പീരുമേടി MLAയുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഈ റോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ റോഡ് PWD ഏറ്റെടുത്ത് 8 മീറ്റർ രീതിയിൽ ഈ റോഡ് പണിത് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഇതിലുണ്ടാകുന്ന വർഷാവർഷങ്ങൾ ഉണ്ടാകുന്ന മെയിൻ്റനൻസ് പണി PWD ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാണ്. PWDയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റോഡിന്റെ എണ്ണം കുറവാണ്. ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ കടന്നു ചെന്ന് അവർക്ക് റോഡ് പണിയുവാൻ അവസരം കിട്ടിയാൽ PWD ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ റോഡ് പൊളിയുകയില്ല. എന്തെങ്കിലും ചെറിയ മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാൻ നമുക്ക് കഴിയും. ജനപ്രതിനിധികളും MLAയുടെ പ്രതിനിധിയും 1-ാം മൈൽ ഒട്ടകത്തലമേട് റോഡ് പണി 1 മാസത്തിനകം തുടങ്ങുമെന്ന് പൊതുജനങ്ങൾക്ക് ഉറപ്പ് നൽകി. അടുത്ത വർഷം റോഡിന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനസ് കുമാർ, പഞ്ചായത്ത് അംഗം സുലുമോൾ എന്നിവർ ഫണ്ട് വയ്ക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. യോഗത്തിൽ വികസന സമിതി കൺവീനർ ബിജു മറ്റപ്പള്ളിയിൽ, പീരുമേട് MLAയുടെ പ്രതിനിധിയായി പങ്കെടുത്ത സജി പെമ്പള്ളി, വികസന സമിതി അംഗങ്ങളായ വിനോദ് വല്ലനാട്ട്, സനൂപ് പുതുപ്പറമ്പിൽ, ബിജു കാഞ്ഞിരത്തുങ്കൽ, മനോജ് ചൊള്ളാക്കുന്നേൽ എന്നിവർ സംസാരിച്ചു. ഞാലിപ്പൂവൻ വാഴകൃഷിയിൽ വിജയം കൈവരിച്ചിരിക്കുകയാണ് നെടുങ്കണ്ടം മഞ്ഞപ്പാറ സ്വദേശി ജോർജ് കുട്ടി. സർക്കാർ ജീവനക്കാരനായിരുന്ന ജോർജ് കുട്ടി വിരമിക്കലിന് ശേഷമാണ് ഞാലിപ്പൂവൻ കൃഷിയിലേക്ക് തിരിഞ്ഞത്. ഹൈറേഞ്ചിൽ ഉൾപ്പെടെ ആദ്യകാലങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്തു വന്നിരുന്ന വാഴയിനമാണ് ഞാലിപ്പൂവൻ. പിന്നീട് ഏത്തിനും റോബസ്റ്റിയും പൂവനുമെല്ലാം കൃഷിയിടത്തിൽ സ്ഥാനം പിടിച്ചതോടെ ഞാലിപ്പൂവൻ വാഴകൃഷി പതിയെ പതിയെ കുറഞ്ഞു വന്നു. ഇപ്പോൾ അധികം ആരും ഞാലിപ്പൂവൻ കൃഷി ചെയ്യുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ജോർജ് കുട്ടി എന്ന കർഷകൻ ഞാലിപ്പൂവൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നത്. പാട്ടത്തിനടുത്ത സ്ഥലത്ത് 500-ലധികം വാഴകളാണ് ഇദ്ദേഹം നട്ടുപരിപാലിക്കുന്നത്. വാഴകളെല്ലാം തന്നെ വിളവെടുപ്പിനോട് അടുത്തിരിക്കുന്നു. ഞാലിപ്പൂവിന്റെ ഒരു വാഴ കൃഷി നടത്തുന്ന ഒരു ചെറിയ തോട്ടമാണിത്. ഇപ്പോഴത്തെ രീതിയിൽ ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് ആൾക്കാർ ഇതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞും മാറിയായിരുന്നു. അത് കഴിഞ്ഞ് പലരും ഇതിൽ നിന്ന് വിമുഖത കാണിച്ച് മാറിയ സമയത്ത് ഈ വർഷം അതിന് വിരുദ്ധമായിട്ട് ഈ വർഷം ഒരു 50 രൂപ 50-52 രൂപ വരെ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ വില വന്നിരുന്നു. ഏറ്റവും കൂടിയ വില ഈ അടുത്ത കാലത്തുള്ളതിൽ. എന്നാൽ പോലും ആവറേജ് ഒരു 40 രൂപ 35-40 രൂപ വന്നാൽ പോലും ഒരിക്കലും നഷ്ടമല്ല ഈ ഞാനിപ്പം വാഴ കൃഷി. കാരണം അതിൻ്റെ മറ്റുള്ള ഏത്തവാഴ കൃഷി ഒക്കെ വെച്ച് നോക്കുമ്പം മരുന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി പണി എളുപ്പമുണ്ട് ഈ ഞാലിപ്പൂവിന്. പിന്നെ ഇപ്പോൾ ഒരു ഞാലിപ്പം വാഴ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വർഷം ഒരു 4, 5, 6, 7 വർഷമൊക്കെ അത് നിൽക്കും. പഞ്ചായത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന ജോർജ് കുട്ടി വിരമിക്കലിന് ശേഷമാണ് കൃഷിയിലേക്ക് തിരിഞ്ഞത്. ഏത്തൻ ഉൾപ്പെടെയുള്ള വാഴകൃഷി ചെയ്യുമ്പോൾ കീടബാധയും ഉൽപാദനക്കുറവുമെല്ലാം വില്ലനായി മാറാറുണ്ട്. എന്നാൽ ഞാലിപ്പൂവിന് കാര്യമായ പരിചരണം ആവശ്യമില്ല. കീടനാശിനി പ്രയോഗവും കുറച്ചു മതി. ഒറ്റ പ്രാവശ്യം നട്ടുപരിപാലിച്ചാൽ 6-7 വർഷക്കാലം വിളവ് നൽകുകയും ചെയ്യും. ഏത് കാലഘട്ടത്തിലും ശരാശരി വില ലഭിക്കുകയും ചെയ്യുമെന്നതാണ് ഞാലിപ്പൂവൻ കായുടെ പ്രത്യേകത. പരിചരണവും കുറച്ചു മതിയാകും. ഇപ്പോൾ 45 മുതൽ 52 രൂപ വരെ 1 കിലോ ഞാലിപ്പൂവൻ കായ്ക്ക് വില ലഭിക്കുന്നുമുണ്ട്. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ 2022-23 വർഷത്തേക്കുള്ള അംഗത്വ വിതരണ ക്യാമ്പയിന്റെ ഇടുക്കി താലൂക്ക് തല ഉദ്ഘാടനം നടന്നു. കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സിബി പാറപ്പായി ഉദ്ഘാടനം നിർവഹിച്ചു. സഹകരണ മേഖലയിലെ ജീവനക്കാർക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന സംഘടനയാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട്. കേരളത്തിലെ സഹകരണ മേഖല നിരവധി പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഇതിനെയെല്ലാം അതിജീവിക്കാൻ ഈ സംഘടിത കൂട്ടായ്മയ്ക്ക് കഴിയുന്നുണ്ടെന്നും സിബി പാറപ്പായിൽ പറഞ്ഞു. സഹകരണ മേഖലയെ സംരക്ഷിക്കുന്നതിനും കേരളത്തിലെ സഹകരണ രംഗത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനും നമ്മുടെ സംഘടനയ്ക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ
അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഇടുക്കി താലൂക്ക് പ്രസിഡന്റ് ജിനോഷ് കെ ജോസഫ് അധ്യക്ഷനായിരുന്നു. ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ റോബിൻസ് ജോർജ്, സന്തോഷ് കുമാർ KB, ബിജുമോൻ CG, താലൂക്ക് സെക്രട്ടറി ജേക്കബ് കുര്യൻ, ജിജോമോൻ ജോസഫ്, ജെയ്മി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ ജനതാ പാർട്ടി കൊന്നത്തടി പഞ്ചായത്ത് പ്രവർത്തക കൺവെൻഷൻ നടന്നു. BJP ജില്ലാ പ്രസിഡന്റ് KS അജി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കമ്പളികണ്ഠം കുടുംബശ്രീ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഭാരതീയ ജനതാ പാർട്ടി കൊന്നത്തടി പഞ്ചായത്ത് പ്രവർത്തക കൺവെൻഷൻ നടന്നത്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രക്ഷോഭണത്തോടെ ആരംഭിച്ച കൺവെൻഷനിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടുക്കി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് S. മീനത്തേരിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് KS അജി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് P. രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത് തല നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്ത യോഗത്തിൽ കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ പാർട്ടി പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. പെരിയാർ കടുവാ സങ്കേതത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന വന്യജീവി വാരാഘോഷം വിജയപ്രദമായി നടത്തുന്നത് സംബന്ധിച്ച് ആലോചനാ യോഗം ചേർന്നു. ഒക്ടോബർ 2 തീയതി മുതൽ 8 തീയതി വരെയാണ് വന്യജീവി വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം നടത്തുന്ന സമാപന സമ്മേളനം നമുക്ക് മനോഹരമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാഴ്ചപ്പാട് എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. അതിനൊരു ചർച്ച ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ കുമിളിയുടെ ഉത്സവമായി തന്നെ നമുക്കത് മാറ്റിക്കൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് എല്ലാവരും ഒരു സഹായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടുന്നുള്ള പ്രവർത്തനങ്ങളിൽ കുമിളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവരും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. വനവും വന്യജീവികളും അതിന്റെ തനതായ ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന അവബോധം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക, വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം പൊതുജന പങ്കാളിത്തത്തോടെ ഉറപ്പുവരുത്താനുള്ള കൂട്ടായ ശ്രമം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെ ഒക്ടോബർ 2 മുതൽ 8 വരെ നടത്തുന്ന വനം വന്യജീവി വാരാഘോഷത്തിന്റെ ആലോചനാ യോഗമാണ് ആനവച്ചാൽ ബാംബു ഗ്രോവിൽ വെച്ച് സംഘടിപ്പിച്ചത്. യോഗത്തിൽ ആഘോഷ പരിപാടികളുടെ സുഗമമായ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഒക്ടോബർ 2 മുതൽ 5 വരെ വിവിധ മത്സരങ്ങൾ, സെമിനാറുകൾ വാരാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. ജനറൽ കമ്മിറ്റി ചെയർമാനായി കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഷാജിമോനെയും കൺവീനറായി ഡെപ്യൂട്ടി ഡയറക്ടർ പാട്ടിൽ സുയോഗ് സുഭാഷ് റാവോ IFSനെയും തിരഞ്ഞെടുത്തു. മറ്റ് കമ്മിറ്റി ഭാരവാഹികളെയും ഇതോടൊപ്പം തിരഞ്ഞെടുത്തു. ഒക്ടോബർ 8 വനം വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല സമാപന സമ്മേളനം കുമളിയിൽ നടക്കും. മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ആലോചനാ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഷാജിമോൻ, വൈസ് പ്രസിഡന്റ് VK ബാബുക്കുട്ടി, ഡെപ്യൂട്ടി ഡയറക്ടർ പാട്ടിൽ സുയോഗ് സുഭാഷ് റാവോ IFS, അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ PJ സുഹൈബ്, റേഞ്ച് ഓഫീസർമാരായ ജ്യോതിഷ് കുഴാക്കൽ, G. അജികുമാർ, അഖിൽ ബാബു, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ ഹൈറേഞ്ച് മദ്രസ്തുൽ ഇസ്ലാമിയ സ്കൂളിൽ 2022-23 അധ്യയന വർഷത്തെ പ്രവൃത്തി പരിചയമേള സംഘടിപ്പിച്ചു. അറിവും വിജ്ഞാനവും പകർന്നു നൽകുന്ന നിരവധി വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ പ്രവൃത്തി പരിചയമേളയെ അറിവിന്റെ കാഴ്ചകളാക്കി മാറ്റി. ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലും വിവിധ കണ്ടുപിടുത്തങ്ങളിലും പ്രകൃതി സംരക്ഷണത്തിലും മറ്റുമായി അധ്യാപകർ പകർന്നു നൽകിയ പാഠങ്ങൾ മനസ്സിലാക്കി മാതൃകകളാക്കി നിർമ്മിച്ച് പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ പ്രവൃത്തി പരിചയ മേളകൾ സംഘടിപ്പിച്ചു വരുന്നത്. 2 വർഷത്തെ കോവിഡ് പ്രതിസന്ധി മൂലം മുടങ്ങിക്കിടന്നിരുന്ന കുട്ടികളിലെ ഗവേഷണാത്മക കഴിവുകൾ പ്രവൃത്തി പരിചയ മേളയിൽ പ്രകടമാക്കി. 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നെബ ഫാത്തിമ തനിക്ക് ലഭിച്ച ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിന്റെ പരിജ്ഞാനം മുല്ലപ്പെരിയാർ പവർ പ്രോജക്ടിലൂടെ വിശദീകരിച്ചു. Of hydroelectric project. Here we see Periyar Tiger Reserve Forest. Water collected from these areas are stored within the sacred line. ഐഷ ഫർഹ വാട്ടർ സൈക്കിൾ പ്രോജക്ടിന്റെ ഗുണപാഠങ്ങളടക്കം വിശദീകരിച്ചു. ടെക്നോളജി, എർത്ത് സ്പേസ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡൽ, ചാർട്ടുകൾ എന്നീ ഇനങ്ങളിലായി കുരുന്നു ഭാവനകൾ പ്രവൃത്തി പരിചയ മേളയിലുടനീളം പ്രതിഫലിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഷാജ് ഹമീദ്, സ്കൂൾ അധ്യാപകർ തുടങ്ങിയവർ പ്രവൃത്തി പരിചയ മേളയ്ക്ക് നേതൃത്വം നൽകി. ഹൈറേഞ്ച് മദ്രസത്തുൽ ഇസ്ലാമിയയിൽ അധ്യയനം നടക്കുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിങ്ങിലൂടെയാണ്. അതായത് കുട്ടികൾ കേവലം ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ നോട്ട് ബുക്കുകൾക്കപ്പുറത്ത് കുട്ടികൾ ചെയ്ത് പഠിക്കുക എന്നൊരു സംഗതിക്കാണ് ഇവിടെ ഊന്നൽ കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ആനുവൽ സയൻസ് ഫെയർ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതിൽ കുട്ടികൾ വിവിധ കാറ്റഗറിയിൽ പെട്ട വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡൽ, അതുപോലെ തന്നെ ചാർട്ടുകൾ, ഇതിലൂടെയൊക്കെ സയൻസിൻ്റെ യഥാർത്ഥ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാനും പുതിയ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യാനും അവരെ പ്രേരിപ്പിക്കുന്ന, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു പരിപാടിയാണിത്.
UKG മുതൽ 4 വിഭാഗങ്ങളിലായി നടന്ന പ്രവൃത്തി പരിചയമേളയിൽ ഓരോ വിഭാഗങ്ങളിൽ നിന്നും മികച്ച പ്രോജക്റ്റ് തയ്യാറാക്കി വിശദീകരിച്ച വിദ്യാർത്ഥികളെ അധ്യാപകരുടെ നേതൃത്വത്തിൽ വിലയിരുത്തലിലൂടെ വിജയികളായി പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾ ചേർന്ന് നിർമ്മിച്ച റോബോട്ട് കൗതുകമാകുന്നു. കട്ടപ്പന ക്രൈസ്റ്റ് കോളേജിലെ BCA വിദ്യാർത്ഥികളാണ് ആൻഡ്രോ റോബോയെ നിർമ്മിച്ചത്. യാതൊരുവിധ കൃത്രിമ ബുദ്ധിയില്ലാതെ സംസാരിക്കുന്ന വെർഷൻ 1 റോബോട്ടിനെയാണ് 6 വിദ്യാർത്ഥികളുടെ ശ്രമഫലമായി നിർമ്മിച്ചത്. റോഷൻ സാജൻ, വൈശാഖ് പ്രദീപ്, സൂരജ് കൃഷ്ണൻ, സാൽവിൻ സോർജി, ആരോൺ ജോജി, പ്രണവ് ഉണ്ണികൃഷ്ണൻ എന്നീ വിദ്യാർത്ഥികൾ 12 ദിവസം കൊണ്ടാണ് റോബോട്ടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. വിദ്യാർത്ഥികൾ നിർമ്മിച്ച റോബോട്ടിന്റെ നിർമ്മാണവും പ്രത്യേകതകളും ഉൾച്ചേർത്ത് തയ്യാറാക്കിയ പ്രസന്റേഷന്റെ അകമ്പടിയോടെയാണ് റോബോട്ടിന്റെ പ്രദർശനം നടത്തിയത്. My name is Android. RAM 4 kilobytes and clock speed of 32 megahertz and flash memory of 64 kilobytes. So I really I am bowing in front of the Department of Computer Science for your initiative, and I do appreciate the HOD, Ms. Donna, and I think FC ma'am coordinated the entire works. I congratulate the members of the department, and also I take this opportunity to express my sincere gratitude and appreciation to all the students of the Department of Computer Science. Let it be a lesson, let it be a model. Wish you all the best. Thank you. കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ അനൂപ് തുരുത്തിമറ്റം CMI, ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അലക്സ് ലൂയിസ് CMI, വകുപ്പ് മേധാവികൾ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു കുട്ടികളുടെ പ്രവർത്തനം. ഇവർ നിർമ്മിച്ച റോബോട്ടിനെ കാണുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും നിരവധി വിദ്യാർത്ഥികളാണ് കോളേജിലേക്ക് എത്തുന്നത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വൈക്കോൽ ഉപയോഗിച്ച് മനോഹരമായ ചിത്രങ്ങൾ നിർമ്മിക്കുകയാണ് രാജകുമാരി സ്വദേശി അമ്പഴച്ചാലിൽ ബിജു ഐസക്. വൈക്കോൽ നാമ്പുകൾ നുള്ളിയെടുത്ത് ക്ഷമയോടെ മാസങ്ങൾ സമയമെടുത്താണ് ഓരോ ചിത്രങ്ങളും പൂർത്തിയാക്കുന്നത്. ചെറുപ്പം മുതൽ ചിത്രകലയിൽ അഭിരുചിയുള്ള ബിജു നിരവധി ചിത്രങ്ങൾക്കാണ് ജന്മം നൽകിയിട്ടുള്ളത്.
ആരാധനാലയങ്ങളുടെയും വിവിധ ബിസിനസ് സ്ഥാപനങ്ങളുടെയെല്ലാം ചുവരുകൾ ചിത്രങ്ങളാൽ അലങ്കരിക്കുന്നതിന് ബിജുവിനെ തേടിയെത്തുന്നവർ നിരവധിയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇടുക്കി ഡിസ്ട്രിക്ട് ട്രഡീഷണൽ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്കാലയിലെ വിവരം. ആകിലോട്ട് 251, വിൽപ്പനയ്ക്ക് വന്നത് 69,887, വിൽപ്പന നടന്നത് 64,092. കൂടിയ വില 1,459, ശരാശരി വില 1,031. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 485 രൂപ, ഏലം കൂടിയ വില 1050, ഏലം ശരാശരി വില 900. കാപ്പിപ്പരിപ്പ് 175, ഗ്രാമ്പു 775, കൊക്കോ 45, റബ്ബർ 140. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 4,580 രൂപ, വെള്ളി 60. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഇനി ഇടനിലക്കാരോ ഏജൻസിയോ ഇല്ലാതെ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. മികവ് കയ്യെത്തും ദൂരത്ത് JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കാഞ്ചിയാർ, ഇടുക്കി. മികവിന്റെ ക്യാമ്പസിന് NAC അംഗീകാരം. JPM തിരഞ്ഞെടുക്കൂ. പാല ഹോസ്പിറ്റലിൽ ഡോക്ടർ G ദയാസുധൻ MBBS MD-യുടെ നേതൃത്വത്തിൽ സൈക്കാട്രിക് വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പാല ഹോസ്പിറ്റൽ, കട്ടപ്പന. ജില്ലയിൽ ABC സെന്ററുകൾ തുടങ്ങാൻ തീരുമാനിച്ച ചില കേന്ദ്രങ്ങളിൽ പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിൽ അടിയന്തരമായി പകരം സ്ഥലങ്ങൾ കണ്ടെത്താൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ്. 4 ABC സെന്ററുകളിൽ ഇനി സ്ഥലം കണ്ടെത്തേണ്ടത് 2 എണ്ണത്തിന്. അതാത് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും യോഗം ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായി ചേരുമെന്നും ജിജി കെ ഫിലിപ്പ്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ LDF ഭരണസമിതിയെ അട്ടിമറിക്കാൻ BJP-യുമായി ചേർന്ന് കോൺഗ്രസ് അവിശുദ്ധ സഖ്യമുണ്ടാക്കിയിരിക്കുകയാണെന്ന് CPM. വർഗീയതയ്ക്കെതിരെ രാഹുൽ ഗാന്ധി പദയാത്ര നടത്തുമ്പോൾ അധികാരത്തിനായി BJP-യുമായി സഖ്യമുണ്ടാക്കിയ കോൺഗ്രസ് നിലപാട് അപഹാസ്യമാണെന്നും CPM വണ്ടൻമേട് ഏരിയ സെക്രട്ടറി TS ബിസി. സംസ്ഥാനത്തെ ഹൈഡൽ ടൂറിസം അതിജീവനത്തിന്റെ പാതയിൽ. പ്രളയത്തെയും കോവിഡിനെയും തുടർന്നുണ്ടായ പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ സ്വകാര്യ പങ്കാളിത്തത്തോടെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. രാമക്കൽമേട് മിനി മാരത്തൺ സെപ്റ്റംബർ 30 നടക്കും. 10 കോടി രൂപയോളം മുടക്കി 2 വർഷം മുമ്പ് പണിത തൊടുപുഴ മങ്ങാട്ടുകവല നഗരസഭ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇനിയും തുറന്നു നൽകിയിട്ടില്ല. പ്രവർത്തനം തുടങ്ങാൻ വൈകുന്നത് കെട്ടിട സമുച്ചയത്തിന്റെ അവസാനഘട്ട പണികൾ ഇനിയും പൂർത്തീകരിക്കാത്തത് മൂലം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.